കാരണം ഏറ്റവും ആനയ്ക്ക് ബലഹീനതയുള്ളത് ചക്കയാണ്. നമ്മൾ പലപ്പോഴും അറിയാവുന്നത് ചക്ക ഉണ്ടെങ്കിൽ അത് എത്തും എങ്ങനെയും, അതിൻ്റെ മണം 1-2 കിലോമീറ്റർ കിട്ടും എന്നുള്ളതാണ്. എന്നാൽ പലപ്പോഴായി കർഷകരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കർഷകരുടെ അടുത്ത് വനാതിർത്തിയിലുള്ള പ്ലാവ് വെട്ടിക്കളയണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്നതല്ല. അതൊരു സംഘർഷത്തിനിടയാകുന്നത്. അവർക്ക് ചെറുതാണെങ്കിലും ഒരു വരുമാനം കിട്ടും. എന്നാൽ അത് ഒരു പരീക്ഷണാർത്ഥം ഈ അടുത്ത ചക്ക സീസൺ വരുമ്പം പൈലറ്റ് പോലെ നമ്മൾ ചില പ്രദേശങ്ങൾ, രൂക്ഷമായിട്ടുള്ള പ്രദേശങ്ങളിൽ അതൊന്ന് പരീക്ഷിച്ചു നോക്കും. അതിനെന്തേലും ഫലം ഉണ്ടാകുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇതുകൊണ്ട് മാത്രം ആന വരാതിരിക്കുമെന്നല്ല പറയുന്നത്. അതിൻ്റെ പല ഘടകങ്ങൾ ഒന്നായി കണ്ടുകൊണ്ട് അത് നമ്മൾ പരീക്ഷിച്ച് നോക്കുകയാണ്. ഫലം കണ്ടാൽ വനാതിർത്തിയിലേക്ക് മൊത്തം വ്യാപിപ്പിക്കും. പക്ഷേ ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. നിങ്ങൾക്കറിയാം വനാതിർത്തിയുടെ അവിടുത്തെ ടെറൈൻ എത്ര ഡിഫിക്കൽട്ടാണ്, അവിടെ ആര് ചെന്ന് പറിക്കും, ഇതൊക്കെ ചില വിഷയങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പൈലറ്റ് പ്രോജക്റ്റ് റൺ ചെയ്തിട്ട് ഇതാണ്. ചിലരൊക്കെ അത് പരിഹസിക്കുന്നുണ്ട്. അല്ല, പരിഹസിക്കുന്നവർ അവരുടെ ബുദ്ധി അനുസരിച്ച് പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രായോഗിക പരീക്ഷണങ്ങൾ ഈ കർഷകൻ, കേരളത്തിൻ്റെ ഒരു സവിശേഷത എന്താണ്? കേരളത്തിൽ ഭൂമിയിന്മേലുള്ള സമ്മർദ്ദം വളരെ വലുതാണ്. തീരപ്രദേശമാകെ തീരപരിപാലന നിയമത്തിൻ്റെ സമ്മർദ്ദത്തിൽ നിൽക്കുന്നു. കേരളത്തിൻ്റെ മധ്യഭാഗത്തേക്ക് പോകുമ്പം വെറ്റ്ലാൻഡ് ആക്ട്, പാഡി ആക്ട് വരുന്നു. മലയോര മേഖലയിലേക്ക് പോകുമ്പോഴത്തേക്കിന് ഉണ്ടാകുന്ന എൻവയൺമെൻ്റൽ ആക്ടുകളും തടസ്സങ്ങളും. അങ്ങനെയുള്ള അന്നേരം ഭൂമിയുടെ പുറത്ത് വലിയ സമ്മർദ്ദമുണ്ട്. കേരളത്തിൻ്റെ മാത്രം വനമെന്ന് പറഞ്ഞാൽ ബാക്കി ഇന്ത്യ രാജ്യത്ത് അങ്ങനില്ല. വനം കഴിഞ്ഞാൽ ഒരു കർഷകനാണ്, വനാതിർത്തി എന്ന് പറയുന്ന കർഷകൻ. ഒരു കാലഘട്ടത്തിൽ ഗവൺമെൻറ്റുകൾ പ്രോത്സാഹിപ്പിച്ചതിനാണ്, നിങ്ങൾ പോയി കൃഷി ചെയ്യുക, കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രോത്സാഹിപ്പിച്ചതാണ്. പക്ഷെ അതൊരു കട്ട് ഓഫ് വന്നിട്ടുണ്ട്. എന്നാൽ തൊട്ട അതിർത്തിയിലൊരു വനമാണ്, ഒരു കർഷകനാണ്. ഇത് വരുമ്പോൾ ആ കർഷകൻ്റെ താല്പര്യങ്ങളും നമ്മൾ സംരക്ഷിക്കണം. വനം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വനവും വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്നതാണ് പ്രഥമ ഉത്തരവാദിത്തമെങ്കിലും കർഷകൻ്റെ താല്പര്യങ്ങളൂടെ ഉണ്ടാകണം. അവിടെ കർഷകനെ കൂടെ സഹകരിപ്പിച്ചുകൊണ്ട് ഈ കൺസർവേഷനും ആയി മുന്നോട്ട് പോകാനും. ഇപ്പം തന്നെ കൺസർവേഷനിൽ നമ്പർ 1 മോഡല് കേരളമാണ്, അതെല്ലാവരും അംഗീകരിക്കുന്നത്. പക്ഷേ ഞാൻ അതിനോടൊപ്പം ഇവർ കേന്ദ്രമന്ത്രിയുടെ അടുത്തും പറയുന്ന, ബാക്കി ഇന്നലെയും ഒരു ഡെലിഗേഷൻ വന്നു പറഞ്ഞത് ഞങ്ങൾ കൺസർവേഷനിൽ